ചന്ദ്രന്മാരായിട്ടുണ്ടായിരുന്നു. കുറെ കാലം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇപ്പോ കെ വി മാധവനുണ്ട്, വിലിൻ തോമസ് ഉണ്ട്. ഇങ്ങനെ ഓരോ വ്യത്യാസം പഠനങ്ങൾ ചെയ്യുന്നത് ഒഴിച്ചാൽ ചരിത്ര പഠനത്തിനോ അതിന് ശരിയായ രീതിയിലുള്ള അനാലിസിസ് നടത്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നു. ഒരു ശത്രു പോലും നമ്മുടെ പുസ്തകം വായിച്ചിട്ടോ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഒരു താല്പര്യം നമ്മുടെ സഭയ്ക്ക്, ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രത്യേകിച്ച് ഇല്ല എന്ന് കേരളപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. അതൊരു മാറ്റം വരുന്നതിന് വേണ്ടി കുറെ താല്പര്യമുള്ള ആൾക്കാരെ ഞാനൊരു 10 പേര് കൂടെ വിളിക്കുകയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് പ്രത്യേകിച്ച് പ്രബന്ധവരണമൊക്കെ തുടങ്ങിയപ്പോൾ നമ്മളത് ഉറങ്ങാനുള്ള അവസരമാണ്. താല്പര്യമില്ലല്ലോ. ഈ കുർബാനയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ ഓഫീസ് വരുമ്പോൾ നമ്മൾ ഉറങ്ങും അല്ലേ? 10 മിനിറ്റ് ഉള്ളതിൽ ഉറങ്ങും. ഈ ഏതച്ഛൻ പ്രസംഗിച്ച് കഴിഞ്ഞാൽ അവസാനം പ്രശ്നം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു സെന്റൻസ് ഒന്ന് പറയാമെന്ന് ചോദിച്ചാൽ അച്ഛൻ 5,000 പേരെ പോഷിപ്പിച്ചതായി അതാണ്ടൊക്കെ പറഞ്ഞത് പറഞ്ഞു. ആ 10 മിനിറ്റ് സമയം നമ്മൾ ഓർക്കണം. വളരെ ചുരുക്കമേ ഉള്ളൂ ഈ സർവം കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വന്നു എന്നുള്ളത് സീരിയസ് ആയ നല്ലൊരു ഡെവലപ്മെന്റ് ആണ്. ഈ ഫോറം ഇനി ഇതുപോലുള്ള ഇന്റലക്ച്വൽ മീറ്റിംഗ്സ് മാത്രമല്ല, പട്ടശ്ശേരി സിനിമയിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു ഓർത്തഡോക്സ് സഭയ്ക്ക്, ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിക്ക് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും പുതിയ തലമുറയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പല പരിപാടികൾ ആവിഷ്കരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ തിരുമേനിയുടെ 150-ാം ജന്മദിനത്തിന്റെ ഈ സമയത്ത് ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തത് വളരെ യുക്തിയായിരിക്കുന്നു, ഭംഗിയായിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിക്കുകയും ചെയ്തു. ഇവിടെ തിരുമേനിയുടെ ബയോഡേറ്റ വിശദീകരിച്ച സമയത്ത് കേട്ടു 30 വർഷക്കാലം മലമല തിരുമേനിയുടെ ശിഷ്യനായിട്ട് കഴിഞ്ഞ ഒരാളാണ്. പട്ടശ്ശേരി തിരുമേനിയെ കുറിച്ചിടത്തോളം ഒരു ധിക്കാരിയുടെ കാലത്ത് കൊണ്ട് പറയാറുള്ളത് പോലെ ആളുകൾ അങ്ങനെയാണോ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരുന്നത് എനിക്കറിയില്ല. ആരെയും അടിക്കാനും മുട്ടിക്കാനും എന്തും വളരെ ഓട്ടോക്രാറ്റിക് മൂഡിൽ ഇമ്പോസ് ചെയ്യാൻ കഴിയുന്ന ഒരാളെന്നാണോ കാരണം എന്ന് എനിക്കറിയില്ല. പലർക്കും പലതരത്തിലാണ് പട്ടശ്ശേരി തിരുമേനി മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയായ രീതിയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അവതരിച്ച് കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. സീരിയസ് ആയ ഒരു ശ്രമം നടന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ 1909 ഇവിടെ 1908 മെത്രാപ്പൊലീത്തയായത്. 1909 അബ്ദുള്ള പാത്രീസ് ഇവിടെ വരുന്നു. തുടങ്ങുകയാണ്. അധിനിവേശത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു വരുന്നതിന് മുമ്പ് തിരുമേനിയെ ഒരു വാക്കിൽ തീർക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1909 അബ്ദുള്ള പാത്രീസ് വരുന്നതോടുകൂടി തിരുമേനിയുടെ ചലഞ്ചസ് ആരംഭിക്കുകയാണ്. വളരെ ശക്തമായിട്ട് നേരിടുന്ന ഒരു ശത്രുവിനെയാണ് തിരുമേനിക്ക് അന്ന് കിട്ടിയത്. നമ്മുടെ മെത്രാനും കക്ഷി എന്നുള്ള വൃത്തിയുടെ തുടക്കം മുഴുവൻ മാത്രം പറഞ്ഞത് അന്നാണ് പറഞ്ഞത്. ഈ അന്ത്യോക്യ പാത്രീസിന്റെ രാഷ്ട്രീയമായ അധികാരങ്ങളൊന്നുമില്ല. അധിനിവേശം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ പവറുടെ ചെറുതാണ്. ചുമ്മാ എനിക്ക് അധിനിവേശം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പൊളിറ്റിക്കൽ പവർ, ആർമിയുടെ പവർ, പോലീസിന്റെ പവർ എല്ലാം കൂടെ ചേർന്നതാണ് അധിനിവേശം എന്ന് പറയുന്നത്. അതൊന്നും അധിനിവേശം ആവുകയില്ല. അപ്പൊ അന്ത്യോക്യ പാത്രീസിന് രാഷ്ട്രീയമായ അധികാരങ്ങൾ ഇല്ലാതിരുന്നതിൽ നിന്ന് ഒരു മലങ്കര സഭയെ പുണർത്താനായിട്ട് കഴിഞ്ഞു. വളരെ വിജയകരമായിട്ട് 2ആക്കി എടുക്കാൻ, 3ആക്കി എടുക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊരു വലിയ നേട്ടമായിരുന്നേക്കും. ഈ 1911 ഒക്ടോബർ മാസത്തില് അബ്ദുള്ള അന്ത്യോക്യയ്ക്ക് മടങ്ങി. പക്ഷേ ഇവിടം അദ്ദേഹം കശാപ്പ് ചെയ്ത് കഷ്ണമാക്കിയിട്ടാണ് പോയത്. ഈ 1930 ഗീവർഗീസ് മാറി വലിയ സർവീസ് പ്രസ്ഥാനം തുടങ്ങി. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് റോമ സഭയുടെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ മലങ്കരയുടെ ആയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വരുന്ന ചലഞ്ചസ്, അന്ത്യോക്യ പാത്രീസിന്റെ ചലഞ്ചസ്, റോമൻ സഭയുടെ ചലഞ്ചസ്, ഇതെല്ലാം ഒരാൾക്ക് ഒറ്റയാൻ പട്ടാളമായിട്ട് നിൽക്കുന്ന ആളിന് വരുന്നതാണെന്ന് നോക്കാം. വളരെ ശക്തിമത്തായ നിയന്ത്രണങ്ങളും വെല്ലുവിളികളാണ് അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോ അർത്ഥം പറയുമെന്ന് തോന്നരുത്. നമുക്ക് ഗീത പ്രസ്ഥാനത്തിലെ നമുക്ക് പരസ്യമായിട്ടുള്ള ഇഷ്ടങ്ങൾ അതിനോടുണ്ടാകാം. അതുകൊണ്ട് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നുണ്ട് ആർക്കും മുഖം ആരും കൊടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. അത് മലങ്കര സഭയിലൊരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് വട്ടശ്ശേരി തിരുമേനി കാര്യം ചെയ്യുകയും ചെയ്യും. ചുരുക്കത്തില് വട്ടശ്ശേരി തിരുമേനി നമ്മളൊന്ന് നോക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ? വാസ്തവം പറഞ്ഞാൽ കാതോലിക്കീത്ത സ്ഥാപനത്തിന്റെ ശില്പി അദ്ദേഹമാണ്. 1912 കാതോലിക്കീത്ത് മലങ്കരയിൽ സ്ഥാപിക്കുന്നതിന് ശില്പി വാസ്തവം പറഞ്ഞ അദ്ദേഹമാണ്. അതുപോലെ തന്നെ മലങ്കരയുടെ സ്വാതന്ത്ര്യത്തിന് വിദേശികളോട് തുടർച്ചയായിട്ട് മത്സരിച്ച പടം നടത്തിയ അല്ലെങ്കിൽ യുദ്ധം നടത്തിയ പോരാളിയായിരുന്നു വട്ടശ്ശേരി തിരുമേനി. അതുപോലെ ഭരണഘടനയുടെ നക്കൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് വട്ടശ്ശേരി തിരുമേനിയാണ്. ഭരണഘടന നമ്മൾ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്ന തിരുമേനിയില്ല. പക്ഷേ അതിന്റെ ഡ്രാഫ്റ്റ്
അധിനിവേശത്തിന്റെ ഒരു ഉടമ്പടിയും അന്ത്യോക്യ പാത്രീസുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു അധിനിവേശത്തിന്റെ ഒരു കോൺട്രാക്ട് ഒരിക്കലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വലിയ സമാധാനപ്രിയനായിരുന്നു വളരെയധികം തിരുമേനി. 10-67 ദിവസം അവിടെ സ്ഥലങ്ങളിലെ ബാഗ്ദാദിലും ബസ്രയിലും മൂസലിലും ഒക്കെ അദ്ദേഹം പോയി ചർച്ച നടത്തി. അതോടൊപ്പം വായിച്ചു ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോ ഈ തരത്തില് തിരുമേനി ഒന്ന് ചുരുക്കി നമുക്ക് പറയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കാതോലിക്കറ്റ് സ്ഥാപനത്തിന്റെ ശില്പി, മലങ്കരയുടെ സ്വാതന്ത്ര്യത്തിന് വിദേശികളോട് തുടർച്ചയായിട്ട് പോരാടിയ പടയാളി, ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയ ആള്, ഒരു കീഴ്വടൽ ഇടംപടിയും പാത്രക്കേസിന് നൽകാതെ ധീരമായിട്ട് നിന്നവരാണ്. അതുകൊണ്ട് തന്നെ വളരെ സമാധാനപ്രിയനായ സഭാ നേതാവ് എന്ന് ആ ഭാവി ഞാൻ വിളിയാണ്. നമ്മൾ അധിനിവേശത്തിന്റെ കാര്യം പറയുമ്പോൾ സാധാരണ വിദേശീയരുടെ അധിനിവേശത്തെ കുറിച്ച് തന്നെയാണ് പറയുക. ഫിനീഷ്യര്, ഗ്രീക്കുകാര്, റോമാക്കാര്, യഹൂദര്, അസ്യൂറിയക്കാര്, മെഡിറ്ററേനിയൻകാരൊക്കെ കുടിയേറ്റക്കാരായിരുന്നു. ഈ ഒരു 3000 ആണ്ട് മുതൽ കേരളം ധാരാളമായിട്ട് കുടിയേറ്റം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കുടിയേറ്റങ്ങളൊന്നും അധിനിവേശത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. ഫിനീഷ്യയിൽ വന്നുകൊണ്ടെന്നും ആർക്കും അധിനിവേശത്തിന്റെ ഒരു സ്റ്റൈലിലാണ് വന്നത്. ഈ പറഞ്ഞ കൂട്ടർ ആരും അവർ കച്ചവടത്തിനായിട്ടും ചുമന്ന നമ്മുടെ സ്പൈസസ് ട്രേഡ് നടത്താനായിട്ട് വന്നവരാണ്. അവർക്കൊരു അധിനിവേശത്തിന്റെ കളറുള്ളവരല്ല. അധിനിവേശം ശരിക്കും നടക്കുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ്. പോർച്ചുഗീസുകാരുടെ അന്നത്തെ ഏറ്റവും വലിയ സീഫെയറേഴ്സ് ആണ്, നേവൽ പവറായിരുന്നു പോർച്ചുഗീസുകാരൻ. അവരുടെ വരവോടുകൂടിയാണ് ശരിക്കും ഇന്ത്യയുടെ മതപരമായ അധിനിവേശം, അതായത് ക്രിസ്തു മതത്തില് ഒരു അധിനിവേശം ശരിക്കും ഉണ്ടാകുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ്. 1497 ജൂലൈ 8-നാണ് ലിസ്ബണിൽ നിന്ന് വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന ചരിത്രത്തിലെ വളരെയേറെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു നേവൽ ചീഫ് ഇതിലേക്ക് വരുന്നത്. അദ്ദേഹം 1598 മെയ് 20-ാം തീയതിയാണ് കൊയിലാണ്ടിക്കടുത്ത പന്തലായി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയത്. പന്ത് ധരിച്ചിരിക്കുന്നത് കാപ്പാടാണ്, കാപ്പാടല്ല അദ്ദേഹം വന്നത്. ഇത് അദ്ദേഹത്തിന്റെ വരവ് അറബികൾക്ക് ഒട്ടും അറബിയിലൂടെ കച്ചവട പ്രമുഖന്മാരാണ്. ഇന്ത്യയും കേരളവുമായിട്ട് ധാരാളം കച്ചവടങ്ങൾ നടത്തിവിട്ടുള്ളതാണ്. അവരുടെ എതിർപ്പ് വളരെ ശക്തിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ മതാധികാരത്തിൽ ഉറപ്പിച്ച സാമ്രാജ്യ വികസനം എന്ന് പറയുന്നത് ആ സമയത്ത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി മാർപ്പാപ്പ, അതായത് പോപ്പ് തിരുമേനിയാണ് തുടങ്ങിയത്. ഈ മതാധികാരത്തിൽ ഉറപ്പിച്ച സാമ്രാജ്യ വികസനം എന്ന് പറയുമ്പോൾ അത് പോപ്പ് നിക്കോളാസ് എഴുതിയ ഒരു മൂളാണ്. അത് എഴുതിയിരിക്കുന്നത് all the lands and seas that have been discovered or will be discovered belong forever to the king of Portugal എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് പോർച്ചുഗലിലെ രാജാവിന് വാസ്കോ ഡി ഗാമ ലിസ്ബണിൽ നിന്ന് കേരളത്തിൽ വന്നു വരെയുള്ള കടൽ മുഴുവൻ അദ്ദേഹം നോക്കി കാണുന്ന സ്ഥലങ്ങൾ മുഴുവൻ പോർച്ചുഗലിലെ രാജാവിനുള്ളതാണെന്നാണ്. അതായത് കാനമീരയുടെ ഒരു നോവല് പലരും വായിച്ച ഇന്ത്യയിലേതാണ് എന്നാണ് എന്റെ ഓർമ്മ. അതിനകത്ത് ഈ കിഴക്കൻ പ്രദേശങ്ങളില് കുടിയേറിപ്പോയി നമ്മളിവിടുത്തെ അച്ചായന്മാർക്ക് കുടിയേറിപ്പോയ സമയത്ത് ഈ സ്ഥലം ഇങ്ങനെ പിടിച്ചുപിടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ സ്ഥലം മേടിക്കുന്നതിന് കുറെ 2 ഏക്കറോട് 4 ഏക്കറോട് പറഞ്ഞാൽ എൻഡോ ചവറ എന്ന് പറഞ്ഞൊരു കാര്യം. എൻഡോ ചവറ ഇങ്ങനെ താടികൊണ്ട് കാണിക്കും. ഇത്രയും സ്ഥലം നിനക്കുള്ളതാണ് എന്റെ കാശിക്ക് നിൽക്കാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്ഥലം ഇങ്ങനെ എൻഡോ ചെയ്ത് ഇങ്ങനെ പോവാണ്. അന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഇല്ല, ആരും ഇല്ല, സർക്കാരും ഇല്ല, ആരും ചോദിക്കാൻ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ താഴി കാണിക്കുന്ന ആ എൻറോൾ ചെയ്യുന്ന സ്ഥലം മുഴുവൻ നമുക്ക് മേടിക്കാം, നമുക്ക് വായ്പ കൊടുത്താൽ മതി, 2000-4000 കൊടുത്താൽ ആ സ്ഥിതിയായിരുന്നു അന്ന്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുന്ന സ്ഥലങ്ങളും നിങ്ങൾ പോയിട്ടുള്ള വെള്ളവും എല്ലാം പോർച്ചുഗൽ രാജാവിനാണെന്ന് മൂള എഴുതി മാർപ്പാപ്പാലിക്കുള്ളൂ. അപ്പൊ മതാടിസ്ഥാനത്തിലുള്ള അധിനിവേശത്തിന്റെ തുടക്കം ഇന്ത്യയിൽ വാസ്തവം പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണ് ആരംഭിക്കുന്നത്. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലാണ് പറയാതിരിക്കുന്ന യാതൊരു നിവൃത്തിയും. അദ്ദേഹത്തിനും ഈ ഇവിടെ ലാറ്റിൻ ചർച്ച് കത്തോലിക്ക സഭ അല്ലെങ്കിൽ അതിന്റെ ലാറ്റിൻ ഓർഡറൊക്കെ കൊണ്ടുവന്നതാണ്. അതിന് 2 അച്ഛന്മാരെ അദ്ദേഹം കൂടെ കൊണ്ടുവന്നിരുന്നു. 2 അച്ഛന്മാരെ കൊണ്ടുവന്ന് 2 പാതിരിമാരെ കൊണ്ടുവന്നിരുന്നു. ഒരു പാതിരി മൊസാംബിക്കിൽ വെച്ച് തന്നെ മരിച്ചുപോയി. മറ്റേ 2ാമത്തെ പാതിരി കേരളത്തിൽ നിന്ന് അറബികള് അടിച്ചു കൊല്ലുകയും ചെയ്തു. അദ്ദേഹത്തിന് കാര്യമായ മതപരിവർത്തനം നടത്താനായിട്ട് വാസ്കോ ഡി ഗാമയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പലരും പോർച്ചുഗലിൽ തന്നെ വന്നു. പെദ്രോ അൽവാരേസ് കപ്പറാള് 2 കൊല്ലം കഴിയുമ്പോഴെത്തി. പിന്നെ അദ്ദേഹം ഇവിടെ വന്ന നാട്ടിൽ ക്രിസ്ത്യാനികളെ കണ്ടുള്ള ക്രിസ്ത്യാനികളുണ്ടെന്നുള്ളവരും ഒരു പുതിയ അറിവായിരുന്നിരിക്കണം. ഒരു പക്ഷേ അവർക്ക് നമുക്ക് ബാഗ്ദാദിലെ കാതോലിക്കയാണ് ഇവിടെ പറഞ്ഞാണ് ചില ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്.
പിന്നീട് പല നേതാക്കന്മാരും പോർച്ചുഗീസിൽ നിന്ന് വന്നിരുന്നു. അൽബുക്കർക്ക്, പിന്നീട് വാസ്കോഡി ഗാമ അങ്ങനെ രണ്ടാം തവണ വരികയുണ്ടായി. അവർ പിന്നീട് അവരുടെ ലത്തീൻ ആരാധനകളും കാര്യങ്ങളും കേരളത്തിൽ തുടങ്ങി. അതിനുവേണ്ടി ശരിക്കും പറയും ശരിക്കും ഒരു നാഴികക്കല്ല് എന്ന് പറയാവുന്നത് ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് മെനസിന്റെ വരവാണ്. 37 വയസ്സുള്ള ഒരു ആർച്ച് ബിഷപ്പാണ്, സ്പെയിൻകാരനാണ്. വളരെ 17 വയസ്സെന്നൊക്കെ പറഞ്ഞ് നല്ല സ്പിരിറ്റ് കൂടി നിൽക്കുന്ന സമയമാണ്. എങ്ങനെയായാലും ശരി ലാറ്റിൻ ഓർഡർ കേരളത്തിൽ വരണം, കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളെയും ഞങ്ങളുടെ ലോകത്തിന് കീഴിൽ കൊണ്ടുവരണമെന്നാണ് നല്ല വാശിയോടുകൂടി, വൈരാഗ്യത്തോടുകൂടി, ശക്തിയോടുകൂടി വന്ന് ഇവിടെ പ്രവർത്തിക്കാറാണ്. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ പവർ ധാരാളം കിട്ടിയിരുന്നു. പോർച്ചുഗീസുകാരുടെ പട്ടാളം ഇവിടെ വന്നിറങ്ങിയിരുന്നു. അന്നത്തേക്ക് വൈസ്രോയി കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തിൽ ആയിരുന്നു. അപ്പോ എല്ലാവിധമായ ശക്തികളും അദ്ദേഹം എന്ത് കൽപ്പിക്കുന്നു അത് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നു. മെനസിസ് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ എന്ത് തരത്തിലായാലും ശരി ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റി എന്റെ ലോകത്തിന്റെ കീഴിൽ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള എല്ലാ മീൻസും അദ്ദേഹം ഉപയോഗിച്ചു. അതായത് കത്തോലിക്കൻ അല്ലാത്ത ഗീവർഗീസ് അദ്ദേഹത്തിന് വികാരി ചമ്പുവാനത്ത് വരെ അദ്ദേഹം അപ്പോയിന്റ് ചെയ്തു. കത്തോലിക്കൻ അല്ലാത്ത ഒരാൾ അദ്ദേഹം സ്വീകരിച്ചൊന്നുമില്ല. വേറൊരു വിഷയം, ഏത് മാർഗം ഉപയോഗിച്ചാലും ശരി എന്റെ ലാറ്റിൻ ഓർഡർ ഞാനിവിടെ കൊണ്ടുവരും എന്ന് നിർബന്ധം പിടിച്ചു പോയ ആളാണ് അദ്ദേഹം. എല്ലാത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ളതും ഭൗതിക എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം ഇത് വളരെ മൃഗീയമായ രീതിയിൽ കേരളത്തിൽ നടപ്പാക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഉദയം പേരോസിൽ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1599 ജൂൺ 20-26 വരെ നടക്കുന്നു. എല്ലാവരെയും കൊണ്ട് ബലമായിട്ട് അദ്ദേഹം പ്രതിനിധികളൊക്കെ ഒപ്പിപ്പിച്ചു. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അത് മുഴുവൻ അദ്ദേഹം കത്തിച്ചു കളഞ്ഞു. കൊച്ചി രാജാവിന്റെ വിളംബരം സഹായിച്ചു അദ്ദേഹത്തെ. പക്ഷെ ആ വിളംബരത്തെ പോലും നിരാകരിച്ച് അതിന് പോകാത്ത പള്ളിക്കാരും അതുണ്ടായിരുന്നു നമുക്കറിയാം. അദ്ദേഹം അതിനുശേഷം എല്ലാ പള്ളിയും കഴിയുന്നതോളം പള്ളികളും ക്ഷേത്രയാത്ര നടത്തുകയും ഇത് ഞാൻ പിടിച്ചെടുത്തു എന്നുള്ള മണ്ണിൽ തന്നെ നടക്കുകയും ചെയ്തു. അവർക്ക് പറഞ്ഞ പോലെ പലരും നിന്ന് കാട്ടിക്കൊടുത്ത് നമ്മൾ ശില്പത്തികൾ ധാരാളം അദ്ദേഹത്തെ ഉടർപ്പിക്കാനായിട്ട് സാധിച്ചു. അത് ശക്തിയായിട്ട് ഇവിടെ പ്രചരിക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ പൂരക്കുരിശത്തിന്റെ കാര്യമാണ് കണ്ടത്. 54 വർഷത്തെ നീണ്ട അധിനിവേശത്തിന് ശേഷമാണ് ഒരു പ്രോസസ് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാകുന്നത്. പാപ്പായുടെ ആധിപത്യം വലിച്ചെറിയുകയും ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഡച്ചുകാരുടെ വരവ്, ലങ്കക്കാരെന്ന് പറയുന്നത് ഡച്ചുകാരുടെ വരവ്. 1663 അവര് പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചിയുടെ കോട്ട പിടിച്ചെടുത്തു. രാഷ്ട്രീയമായിട്ട് അവരത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ബ്രിട്ടീഷ് മേൽക്കോമയും രാജ്യത്തായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് മിഷണറി കാലഘട്ടം എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ഫെന്നെ, ബെയ്ലി, വിൽസൺ, ബേക്കർ, നോർട്ടൺ ഇവരൊക്കെ അന്നത്തെ വലിയ പ്രമുഖന്മാരെ കോട്ടയക്കാരോട് പറയേണ്ട കാര്യം. ലോകത്തിൽ എല്ലാവർക്കും പരിചയമുള്ള പേരുകളാണ് മുഴുവൻ ഈ മിഷണറി കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഈ പ്രമുഖന്മാരെ മുഴുവൻ. അവരുടെ റെസിഡന്റിനെ അവർ ശക്തിയായിട്ട് ഉപയോഗിച്ചു. ആരെ എതിർക്കണം, ആരെ ഒതുക്കണം എന്നുള്ളതിന് ഏത് കാര്യം അവർ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ റെസിഡന്റിന്റെ കൺകറൻസ് കിട്ടിയിരുന്നു. അവർക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. നമ്മളെ കൊണ്ടൊന്നും പിടിച്ചിരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ ഗവർണറിന് ജപ്പാട്ടുമാർക്ക് വിന്യാസത്തെ ബന്ധനസ്ഥനാക്കി അവർ കൊണ്ടുപോയി കോടതിക്കുകയും. നമ്മുടെ തിരുമേന്മാരെയൊന്നും സാധാരണ ബന്ധനസ്ഥനാക്കി കോടതി എത്താറില്ല. ഒരു കമ്മീഷനെ വെച്ച് വിസ്തരിച്ച് പോകുന്ന ഒരു രീതിയാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ആ വിന്യാസത്തിരുമേനി ബന്ധനസ്ഥനാക്കി കോടതി കൊണ്ടുപോയി ചോദ്യം ചെയ്യിക്കാനും ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ ഇങ്ങോട്ട് നോക്കി വരുമ്പോൾ സഭ അവരും പിളർത്തി, ചർച്ച് മിഷൻ സൊസൈറ്റി ഉണ്ടാക്കി. അപ്പൊ ഇവിടെ വീണ്ടും പിളർപ്പ് ഉണ്ടാക്കുന്നതിന് ഈ വൈദേശിക അധിനിവേശത്തിന് കഴിയും. ഈ നവീകരണക്കാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പീരിയഡ് നമ്മൾ നോക്കും. അവിടെ എല്ലാവരും പറയാൻ പോകുന്നത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. ശരിയാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ പ്രചരിപ്പിച്ചത് ആ കാലഘട്ടത്തിലാണ്. നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ മലയാളത്തിലുള്ള ബൈബിളിന്റെ തർജ്ജമ അവരുടെ കോൺട്രിബ്യൂഷൻസിൽ ഒന്നാണ്. അത് വെൽക്കം ചെയ്യേണ്ട നല്ലൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പോപ്പുലറൈസ് ചെയ്യുന്നത് അവരാണ്. നല്ല കാര്യമാണ്, സ്വാഗതം. അതുപോലെ തന്നെ സ്കൂളുകൾ പല തുടങ്ങി. സെമിനാരിയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്തു എന്നുള്ളതിന് യാതൊരു സംശയമില്ല, തർക്കവുമില്ല. അത് നമ്മൾ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അവരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ദോഷം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾ വെട്ടിത്തിരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവർ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ അന്നത്തെ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്ന അവരുടെ അടിസ്ഥാന തത്വങ്ങൾ മുഴുവൻ തല്ലിപ്പൊളിക്കത്തക്ക രീതിയിൽ, വെട്ടിമാറ്റത്തക്ക രീതിയിലുള്ള
ശ്രമങ്ങൾ അവർ നടത്തി. നമുക്കറിയാം നമ്മുടെ വിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടും എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. മരിച്ചവരെ നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളൊക്കെ തെറ്റാണോ വേണ്ട എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന്, വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതിന് അവരെ ശ്രമിച്ചു, വിജയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വർഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ മതവിശ്വാസത്തെ അവർ മാറ്റിയിട്ട് ബൈബിൾ ഓറിയന്റഡ് ആയിട്ട് മാറി. ഏതിനും ബൈബിളിന്റെ കൊട്ടേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഏതിനും ബൈബിളിന്റെ കൊട്ടേഷൻ എടുത്ത് മാറ്റി ഇത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ നാട്ടിലല്ലോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതപ്പെടാത്ത വിശ്വാസം അതേപടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എഴുതാനും ചരിത്രം എഴുതുന്നതും നമുക്ക് ഒരു താല്പര്യമുള്ളവരല്ല. പണ്ടുപോലെ നമ്മളിങ്ങനെ കേട്ട് കൊണ്ടുവരിക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തെറ്റാത്ത രീതിയിൽ പോകാനാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അതൊക്കെ അവരെ മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് 2ഉം 3ഉം തട്ടുകളാക്കുന്നതിന് വേണ്ടി അവരെ ശ്രമിച്ചു. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. പിന്നീട് അന്ത്യോക്യ പാത്രിയർക്കീസ് ആത്മീയ മേലധികാരിയാണെന്ന് അറിഞ്ഞോ അറിയാതെയോ സമ്മതിപ്പിക്കുന്നതിന് അവരെ സഹായിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, മാവേലിക്കര പടിവരെ ഇതിന്റെ അടുത്ത കാലത്തിലാണ്. മാവേലിക്കര പടിവരയിലും പാട്ട് യൂണിയാനിസ്റ്റിന് വേണ്ടിയാണ് ക്ലാസ് ചെയ്യുന്നതാണ് ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ ഒരു സോവറൻറ്റി അംഗീകരിച്ചിട്ടുണ്ടോ, അംഗീകരിച്ചിട്ടുണ്ടോ? ഇത് വേണമായിരുന്നോ വേണ്ടായിരുന്നോ, ശരിയായിരുന്നോ തെറ്റായിരുന്നോ? കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനുള്ള ജോലി കൂടി ഈ ഫോറം ഏറ്റെടുക്കണം എന്ന് പറയാനാണ് ഞാൻ വരുന്നത്. ഈ സമയത്തോടു കൂടി തന്നെയാണ് നവീകരണ ഘട്ടവും മാർത്തോമാ സഭയുടെ വരവും. ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. പാലക്കുന്നത് മാർത്തീസും ബനാസിയസിന്റെ ഈ സ്വയം നീതീകരണത്തിലൊക്കെ ഈ മിഷണറി സ്വാതന്ത്ര്യം നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അവരുടെ കോൺട്രിബ്യൂഷൻസിലൊന്നാണ് അദ്ദേഹവും അന്ത്യോക്യ പാത്രിയർക്കീസിനെ നന്നായിട്ട് ഉപയോഗിച്ചു. അന്ത്യോക്യ പാത്രിയർക്കീസിനെ മറപിടിച്ചാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് അന്ത്യോക്യ പാത്രിയർക്കീസിൽ നിന്ന് പട്ടമേറ്റാണ് അദ്ദേഹം വന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ സാത്വികം ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. ഇത്രയും വർഷത്തിന് ശേഷം ഒറിജിനൽ സാത്വികം ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. അന്ന് പുറത്താറ്റൊന്നുമില്ല. അതെല്ലാം കോപ്പി ചെയ്ത് പകർപ്പെഴുതി എഴുതിയിട്ടാണ്. അപ്പൊ അവർ പകർപ്പുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. ഈ പകർപ്പാണ് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. അദ്ദേഹം പട്ടമേറ്റോ എഴുതിയൊന്നും ഇപ്പൊ മനോരമയൊക്കെ ഫോട്ടോ കൊടുക്കുന്നതും അറിയാം. അവിടെ ആവുന്നുള്ളവര് അന്നിപ്പോ ആരെങ്കിലും ബോംബെയിലോ കൊച്ചിയിലോ പോയിട്ട് വന്നിട്ട് ഞാൻ പട്ടമേറ്റാന്ന് പറഞ്ഞു രേഖകളില്ല, നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുന്നുമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഞാൻ ആ ഭാഗങ്ങളൊക്കെ വിടുകയാണ്. എനിക്ക് 1-2 ചെറിയ നിർദ്ദേശങ്ങളുണ്ട്. അതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ ഇന്ത്യയിലെ ക്രൈസ്തവരെ പുലർത്തുകയും തളർത്തുകയും ചെയ്യുന്നതിൽ വിദേശികൾക്കും അവരുടെ ചിന്തകൾക്കും വലിയ പങ്ക് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ടുള്ള വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തണം. നമ്മളിപ്പോ ചരിത്രം പഠിക്കുമ്പോൾ ഓർത്തഡോക്സുകാരാണെങ്കിൽ ഓർത്തഡോക്സുകാർ പറയുന്ന ഓർത്തഡോക്സ് ചരിത്രകാരന്മാർ എഴുതി പഠിക്കുക, കത്തോലിക്കാണെങ്കിൽ കത്തോലിക്ക ചരിത്രകാരന്മാർ എഴുതി പഠിക്കുക എന്നുള്ള രീതി അങ്ങോട്ട് മാറ്റിയിട്ട് ചരിത്രമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാകണം. ഇപ്പൊ കാത്തലിക് ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും ഒക്കെ ആയിട്ടുള്ള ഡയലോഗ് നടക്കുന്നുണ്ട്. ഈ ഡയലോഗിലൊക്കെ വരുന്ന ഒരു കംപ്ലീറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററി ബുക്സ് മുഴുവൻ എഴുതിയിരിക്കുന്ന പോർച്ചുഗീസുകാർ എഴുതിയിട്ടുള്ള കത്തോലിക്ക എഴുത്തുകാരുടെ ചരിത്രകാരന്മാരുടെ ഡോക്യുമെന്റ്സ് ആണ് കയ്യിലുള്ളത്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഡയലോഗ് നടത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മുടെ കയ്യിൽ നല്ല രേഖകളില്ല. നമ്മൾ സൂക്ഷിക്കുന്നതിൽ വളരെ പുറകിലായിരുന്നു. ഇനിയും തേയിലായിട്ടില്ല. ഇനിയെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വസ്തുനിഷ്ഠമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം. ചരിത്രമായിരിക്കട്ടെ എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്സർവേഷൻ. രണ്ടാമത്, ഈ ചരിത്ര രചനകൾ നടത്തുമ്പോൾ കഴിഞ്ഞ 50 കൊല്ലത്തെ ചരിത്രം നമുക്ക് പഠിക്കും. കഴിഞ്ഞ 100 കൊല്ലത്തേക്കൂടെ 150 കൊല്ലത്തേക്കൂടെ ഇതില് ഈ ഓർത്തഡോക്സുകാരോ അല്ലെങ്കിൽ പത്രക്കീസുകാരോ തന്നെ വേണമെന്നില്ല. ക്രൈസ്തവരല്ലാത്തവരെയൊക്കെ ചേർത്ത് ഈ ചരിത്രം എഴുതിയുണ്ടാകണം, പഠനങ്ങൾ നടത്തണം, റിസർച്ച് നടത്തണം. അത് ഇന്നലെ നോക്കിയിട്ടില്ല. ചരിത്രമായിട്ട് വരത്തക്ക രീതിയിൽ പഠിക്കണം. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അതുപോലെ ഒരു 2-3 കാര്യങ്ങളുണ്ട്. 3 പേരെ കുറിച്ച് നല്ല ഗവേഷണങ്ങൾ നടത്തണം എന്നാണ് എന്റെ ഒരു നിർദ്ദേശം. ഒന്നാമത് നമ്മുടെ എല്ലാം പിതാവായ മാർത്തോമാ ശ്ലീഹയെ സംബന്ധിച്ചാണ്. മാർത്തോമാ ശ്ലീഹ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ ചരിത്രപരമായിട്ട് ഒരു മനുഷ്യന്റെ മുന്നിൽ നിന്നുകൊണ്ട് 1, 2, 3, 4 പറഞ്ഞ് തെളിയിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസം. എന്റെ വല്യപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ വല്യപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാലങ്ങൾ മാറി വരികയാണ്. നമ്മുടെ കുട്ടികൾ പോലും ഇന്ന് വളരെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് അവർ. 10 വയസ്സുള്ള ഒരു കുട്ടി ഞാൻ ഇതിനാ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നിരിക്കുന്നു മാതാപിതാക്കൾക്ക്. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കൺവിൻസിംഗ് ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ നമുക്ക് കഴിയാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ
ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വസ്തുനിഷ്ഠമായ രീതിയിൽ സെന്റ് തോമസിനെ കുറിച്ച്, സെന്റ് തോമസിന്റെ പാരമ്പര്യത്തെ കുറിച്ച് ഉള്ള പഠനങ്ങൾ നടക്കണം. നിഷ്പക്ഷമായിരിക്കും. ആർക്കും തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് പറയുന്ന ജോസഫ് ഇടമുറുകിനെ കാണിച്ചപ്പോൾ മരിച്ചുപോയി. പോലും സമ്മതിക്കത്തക്ക രീതിയിലുള്ള ഫാക്ട്സ് നമ്മൾ കളക്ട് ചെയ്ത് ചരിത്രം എഴുതണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ഒരാള് എനിക്ക് പറയാനുള്ളത് അഹത്തള്ള ബാബയെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയാം അഹത്തള്ള ബാബ വന്നു, അദ്ദേഹത്തെ കൊച്ചിക്കായലില് കെട്ടിത്താട്ടി, അത് പോയി എന്നെല്ലാം പറഞ്ഞു. ഈ അഹത്തള്ള ബാബ ശരിക്കും ആരായിരുന്നു നമുക്ക് ആർക്കും അറിയാൻ വയ്യ. അഹത്തള്ള ബാബയുടെ ഖബർ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ വയ്യ. അദ്ദേഹത്തെ കായലിൽ കുഴിച്ച് അത് മുക്കിക്കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം സൂറത്തി വന്നുകൊടുന്നു, മൈലാപ്പൂരിൽ പോയി, മൈലാപ്പൂരിൽ നിന്ന് കൊച്ചി കൊണ്ടുവന്ന് ഒരു കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ബോഡി എവിടെയാണ് അടക്കിയിരിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് മറുപടി പറയാൻ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്. ചിലർ പറയുന്നത് അർത്തുങ്കൽ പള്ളിയുണ്ട്, ചെറിയ പള്ളി, അവിടെ അടക്കിയിരിക്കുന്നത് അഹത്തള്ള ബാബയാണെന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഞാൻ കുന്നോൾക്കാരനാണ്. എന്റെ പള്ളിയില്, കൊല്ലി പള്ളിയിലെ പെരുന്നാൾ നടത്തുന്നത് ഈ അഹത്തള്ള ബാബയുടെ പെരുന്നാളാണ്. അത് എങ്ങനെയാ അവിടെ വന്നതെന്ന് എനിക്കറിയാം. അഹത്തള്ള ബാബയുടെ പെരുന്നാൾ എങ്ങനെയാണ് വലിയ പള്ളിയിലെ വലിയ പെരുന്നാളായതെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. ഞാൻ പല തിരുവനന്തപുരത്തോട്